ഷെയർ മാർക്കറ്റിന്റെ ഹെഡ്ലൈൻസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്ലഡ് ബാത്ത് സ്റ്റോറിയാണ്, ഒരു യുഗത്തിന്റെ അന്ത്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI IT സെക്ടറിനെ മൊത്തത്തിൽ ഇല്ലാതാക്കുമെന്ന പേടിയിൽ ചെറിയ ഇൻവെസ്റ്റേഴ്സ് അവരുടെ കയ്യിലുള്ള ഇന്ത്യൻ IT സ്റ്റോക്കുകൾ പേടിച്ച് വിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. TCS, ഇൻഫോസിസ് പോലെയുള്ള ബ്ലൂ ചിപ്പ് വമ്പന്മാർ വരെ വലിയ വിലയിടിവിൽ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിഫ്റ്റി IT ഇൻഡെക്സിന് വലിയൊരു ഇടിവും സംഭവിച്ചിട്ടുണ്ട്. 2024 അവസാനത്തോടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ പണം പിൻവലിക്കുന്നു എന്ന റിപ്പോർട്ടുകളും. എല്ലാവരും ഇതിനെ ബ്ലഡ് ബാത്ത് എന്ന് വിളിച്ച് പാനിക് ആയിട്ട് സ്റ്റോക്കുകൾ വിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു ബിഗ് പിക്ചർ മിസ്സാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ദശാബ്ദത്തിലെ തന്നെ ഏറ്റവും വലിയ വെൽത്ത് ക്രിയേഷൻ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. തയ്യാറെടുപ്പുകളില്ലാതെ AI കുറിച്ചിട്ടുള്ള ഒരു പേടി ഒരു വാല്യൂ ട്രാപ്പ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതിന് പിന്നിലെ യഥാർത്ഥ സ്ട്രക്ചറൽ മാറ്റം മനസ്സിലാക്കുന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇവിടെ ലഭിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ ഈ വീഡിയോയിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ വാങ്ങിക്കോ എന്ന് നമ്മൾ വെറുതെ പറയുന്നില്ല. AI പേടിച്ചല്ല, മറിച്ച് AI കാരണം തന്നെ TCS, ഇൻഫോസിസ് പോലെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിക് പ്ലാൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പേടിക്ക് കാരണം? ആ ഒരു കാരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. എന്തുകൊണ്ടാണ് ഈ സെക്ടറിനോടുള്ള ഒരു സെന്റിമെന്റ് മോശമാകുന്നത്? ഈ പേടിക്ക് പിന്നിൽ ഒരൊറ്റ ശക്തമായിട്ടുള്ള കാരണമേ ഉള്ളൂ, ജനറേറ്റീവ് AI. ഇന്ത്യൻ ITയുടെ ബിസിനസ് മോഡലിനെ തന്നെ ഇല്ലാതാക്കും എന്ന ഒരു ഭയമാണ് ജനറേറ്റീവ് AI കുറിച്ച് നമുക്കുള്ളത്. പതിറ്റാണ്ടുകളായിട്ട് TCS, ഇൻഫോസിസ് പോലെയുള്ള കമ്പനികൾ ലേബർ ആർബിട്രേജ് എന്ന മോഡൽ ഉപയോഗിച്ചാണ് അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. കുറഞ്ഞ കോസ്റ്റിൽ ഗ്ലോബൽ ക്ലയൻസിന് വേണ്ടി കോഡ് എഴുതാനും ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യാനും ആപ്ലിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അവർ ആയിരക്കണക്കിന് സ്കിൽഡ് എഞ്ചിനീയർമാരെ ഇന്ത്യയിൽ നിയമിച്ചു. കൂടുതൽ ആളുകൾ, കൂടുതൽ മണിക്കൂറുകൾ, കൂടുതൽ റവന്യൂ, അതായിരുന്നു സിമ്പിൾ ആയിട്ടുള്ള മോഡൽ. എന്നാൽ ഈ ജോലികളിൽ ഭൂരിഭാഗവും AI ടൂൾസിന് ഓട്ടോമൈസ് ചെയ്യാൻ പറ്റും എന്നത് ഇൻവെസ്റ്റേഴ്സിനെ പേടിപ്പിക്കുന്നു. കോഡിംഗ്, ടെസ്റ്റിംഗ്, ഡോക്യുമെന്റേഷൻ, ക്ലയന്റ് സപ്പോർട്ട് ഇതെല്ലാം AI തന്നെ വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. AI എല്ലാം കൂടുതൽ എഫിഷ്യന്റ് ആക്കുന്നത് കൊണ്ട് ക്ലയൻസ് കുറഞ്ഞ റേറ്റ് ആവശ്യപ്പെടും. ഇതൊരു ബില്ലിംഗ് റേറ്റ് കുറയ്ക്കാനും പ്രോജക്ടിന്റെ സൈസ് ചെറുതാക്കാനും ഹാൻഡ് കൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രോത്ത് മോഡലിനെ തകർക്കുകയും ചെയ്യും. പേടി വെറും ഒരു തോന്നലല്ല, മാർക്കറ്റിൽ നമ്മൾ ഇന്നത് കാണുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ITയിലെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വലിയ രീതിയിൽ കുറച്ചുകൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സെക്ടറിന്റെ ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടെൻഷൻ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. TCS, ഇൻഫോസിസ് പോലെയുള്ള വമ്പന്മാർ അവരുടെ 52 വീക്ക് ലോയിൽ ട്രേഡ് ചെയ്യുമ്പോൾ അത് മാർക്കറ്റ് തരുന്ന ഒരു വലിയ വാർണിംഗ് സിഗ്നലാണ് എന്ന് തന്നെ വേണം കരുതാൻ. പഴയ വാല്യുവേഷനെ ജസ്റ്റിഫൈ ചെയ്യില്ല എന്ന് മാർക്കറ്റ് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? ഈ പേടിക്ക് അത്ര കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഇതൊരു സെക്ടറിന്റെ അവസാനമാണോ അതോ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണോ? ചരിത്രം നമ്മളെ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ IT ഇൻഡസ്ട്രി ഇതിനു മുമ്പും ഇതുപോലെയുള്ള എൻഡ് ഓഫ് ദ വേൾഡ് ക്രൈസിസുകൾ കരുതിയിട്ടുണ്ട്. Y2K ബഗ് ഒരു ടൈം ഇവന്റ് ആയിരിക്കുമെന്നാണ് കരുതിയത്. ക്ലൗഡ് വന്നപ്പോൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് അപ്രസക്തമാവുമെന്ന് പലരും പേടിച്ചതാണ്. SaaSലേക്കുള്ള മാറ്റം അവരെ ഒഴിവാക്കുമെന്ന് കരുതി. എന്നിട്ടും ഓരോ ക്രൈസിസിലും അവർ അതിജീവിച്ച് മുന്നോട്ട് വന്നു. വെറുതെ സർവൈവ് ചെയ്യുകയായിരുന്നില്ല, അത് അവർ ശരിക്കും ഇവോൾവ് ചെയ്യുകയും കൂടുതൽ വാല്യൂ ഉള്ള സർവീസസ് കൊടുക്കുകയും ചെയ്തു. സിമ്പിൾ കോഡേഴ്സിൽ നിന്ന് കോംപ്ലക്സ് സിസ്റ്റം ഇന്റഗ്രേറ്റേഴ്സ് ആയിട്ടും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പാർട്ട്നേഴ്സ് ആയിട്ടും അവര് പതുക്കെ മാറുകയായിരുന്നു. ഇത്തവണയും അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും നമുക്കിവിടെ കാണാനില്ല. AI ജോലികൾ ഇല്ലാതാക്കും എന്ന വാദം വളരെ സിംപ്ലിഫൈഡ് ആണ്. റിയാലിറ്റി എന്താണെന്ന് കരുതി കഴിഞ്ഞാൽ ചില ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യാമെങ്കിലും അത് പുതിയതും കൂടുതൽ കോംപ്ലക്സുമായിട്ടുള്ള സർവീസസിന് വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് തുറന്നു തരും എന്ന് തന്നെ വേണം കരുതാൻ. ബിസിനസ്സുകൾക്ക് AI അഡോപ്റ്റ് ചെയ്യാനും ഇന്റഗ്രേറ്റ് ചെയ്യാനും ഗവേൺ ചെയ്യാനും മാനേജ് ചെയ്യാനും സഹായിക്കുന്ന പാർട്ട്നേഴ്സിനെ വളരെ അത്യന്താപേക്ഷിതമാണ്. അതിന് ഏറ്റവും പറ്റിയ ആൾക്കാർ ആരാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റിൽ ഓൾറെഡി ആഴത്തിൽ ബന്ധങ്ങളുള്ള ഈ കമ്പനികളൊക്കെ തന്നെയാണ്. ഏതൊക്കെയാണ് ആ കമ്പനികൾ എന്ന് നമുക്ക് ഓടിച്ചു പോകാം. ആദ്യമായിട്ട് TCS അങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. കമ്പനി ഒരു AI ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പാർട്ണറായിട്ട് വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2026 ഫിനാൻഷ്യൽ ഇയറിൽ TCSന് $40.7 ബില്യൺ ഓൾ ടൈം ഹൈ ഓർഡർ ബുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 4ാം ക്വാർട്ടറിൽ മാത്രം $12 ബില്യൺ റെക്കോർഡ് ഓർഡർ ബുക്ക്. ക്ലയൻസ് ഇപ്പോഴും വലിയ ഒരു ലോങ് ടേം കരാറുകളിൽ ഇരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. പുതിയ CEO പറഞ്ഞത് എന്റർപ്രൈസസ് AIയുടെ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ് ഫിനാൻഷ്യൽ ഇയർ 26. ഉപഭോക്താക്കൾ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രായോഗികമായിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ വേണം കരുതാൻ. AI നൽകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ലോകത്തിലെ ഏറ്റവും വലിയ AI അധിഷ്ഠിത സാങ്കേതിക സേവനങ്ങളായിട്ടുള്ള കമ്പനികളുമായിട്ട് മാറുക എന്ന ഒരു വലിയ ലക്ഷ്യം തന്നെ TCS കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇൻഫോസിസിനെ കുറിച്ച് നോക്കാം. ബിസിനസ്സുകളുടെ ഗ്രോത്ത് കൂട്ടാൻ സഹായിക്കുന്ന ടോപ്പാസ് എന്ന പേരിൽ AI ഫസ്റ്റ് സർവീസ് സൊല്യൂഷൻ പ്ലാറ്റ്ഫോംസ് അവർ ലോഞ്ച് ചെയ്തു. CEO സനിൽ പരേഖ് പറയുന്ന അനുസരിച്ച് 2026 ഫിനാൻഷ്യൽ
ഫിനാൻഷ്യൽ ഇയറിൽ $14.9 ബില്യൺ സ്ട്രോങ് ആയിട്ടുള്ള ഡീൽസ് അവർക്ക് നേടാനായിട്ടുണ്ട്. ഇത് അവരുടെ ക്ലയൻസ് ബന്ധങ്ങളുടെ ആ ഒരു കരുത്താണ് കാണിക്കുന്നത്. പരേക്ക് ഇതും കൂടി പറഞ്ഞു, ഞങ്ങളുടെ എന്റർപ്രൈസസ് AI മൂല്യനിർണ്ണയത്തിന്റെ കരുത്തും വലിയ പ്രവർത്തന അവസരങ്ങളിലെ മാർക്കറ്റ് ഷെയർ നേട്ടങ്ങളിലും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ഇയർ 26 ഞങ്ങൾക്ക് 3.1% വളർച്ചയുടെയും $14.9 ബില്യൺ ശക്തമായിട്ടുള്ള ഡീൽ വിജയങ്ങളുടെയും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് ഈ വർഷം കഴിഞ്ഞു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതൊരു തകർച്ചയുടെ വക്കിലുള്ള ഇൻഡസ്ട്രിയുടെ ചരിത്രമല്ല, അതൊരു വലിയ സ്ട്രാറ്റജിക് മാറ്റത്തിന്റെ നടുവിലുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അവർ ലോകത്തിന്റെ ലേബർ ആർബിട്രേജ് ബാക്ക് ഓഫീസ് എന്നതിൽ നിന്ന് ലോകത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ പാർട്ണർ ആയിട്ട് പതുക്കെ മാറുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും IT മേഖലയെ കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതിന് തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്താണ്? പേഴ്സണൽ പ്ലാനിലേക്ക് വരാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. വോളറ്റാലിറ്റിയെ നേരിടാനും ലോങ് ടൈമിൽ നേട്ടം ഉണ്ടാക്കാനും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്കും സ്ട്രാറ്റജിയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ സ്ട്രാറ്റജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മൈൻഡ് സെറ്റ് ആണ്. മാർക്കറ്റിനെ ബോട്ടം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ ഒരു മാറ്റം അത്ര എളുപ്പമായിരിക്കില്ല എന്ന് കൂടി തീർച്ചയായിട്ടും ഞാൻ ഉറപ്പാക്കുന്നു. വോളറ്റാലിറ്റി ഉണ്ടാകും, നിരാശപ്പെടുത്തുന്ന റിസൾട്ടുകളും വീക്ക് ഗൈഡൻസും ഒക്കെയുള്ള ക്വാർട്ടറുകളൊക്കെ ഇതിനിടയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു മോശം ഫേസ് ഉപയോഗിച്ച് അടുത്ത 12 to 24 മന്ത്സിനുള്ളിൽ ഒരു സോളിഡ് ലോങ് ടേം പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്റെ ആ ഒരു ലക്ഷ്യം. അതിന്റെ ഒരു ഫേസ് 1-ൽ നമ്മളിപ്പോൾ ഒരു മോശം വാർത്തകൾ പോലെ തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റർമാർ, താഴ്ന്ന വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, ഇതൊക്കെ നമ്മുടെ ആദ്യത്തെ ആ എൻട്രി നടക്കുന്ന സമയത്ത് കാണാൻ കഴിയും. ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയും TCSനും ഇൻഫോസിനും ഒക്കെ ചെറിയ ഇനീഷ്യൽ പൊസിഷൻ എടുക്കാനും നമുക്ക് പറ്റിയ ഒരു അവസരം തന്നെയാണ്. കാരണം വേഴ്സ്റ്റ് കേസ് സിനാരിയോ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് റിഫ്ലക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. എന്നാൽ കമ്പനിയുടെ സ്വന്തം പ്രവർത്തനങ്ങളും ഡീൽ വിൻസും ഈ ഒരു മോശം സാഹചര്യത്തിന് എതിരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തായിട്ട് ഫേസ് 2-ൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റെബിലൈസേഷന്റെ ആദ്യത്തെ ഗ്രീൻ സിഗ്നൽസ് ആണ്. രണ്ടാമത്തെ ഘട്ടത്തിലെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുമ്പോൾ നമുക്ക് ഒരു റെക്കോർഡ് പ്രോഫിറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ചില പ്രത്യേക സിഗ്നലുകൾക്കായിട്ട് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത്. അതിന് ഒന്നാമതായിട്ട് നമുക്ക് മാനേജ്മെന്റിന്റെ ആ ഒരു കമന്ററി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിഇഒമാര് റിസൾട്ട് പറയുമ്പോൾ ഡിസ്ക്രിഷണറി സ്പെൻഡിങ് സ്റ്റേബിൾ ആകുന്നുവെന്നും AI ബേസ്ഡ് പ്രൊജക്ടുകളുടെ പൈപ്പ് ലൈൻ വളരുക മാത്രമല്ല അത് ഡീൽസ് ആയിട്ട് മാറുന്നുണ്ടെന്നും സ്ഥിരമായിട്ട് പറയുന്നത് നമുക്കത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഡീൽ വിൻസ്, പുതിയ ഡീലുകളുടെ ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. TCS 2026 സാമ്പത്തിക വർഷത്തിലെ 4ാം ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്ത $12 ബില്യൺ പോലെ തുടർച്ചയായിട്ടുള്ള കുറച്ച് ക്വാർട്ടറുകളിൽ കൂടി ഒരു സ്ട്രോങ് TCV വരുന്നത് അണ്ടർലൈങ് ഡിമാൻഡ് സ്ട്രോങ് ആണ് എന്ന് നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ മാർജിൻസ്, തുടക്കത്തിലെ കുറച്ച് മാർജിൻ പ്രഷറുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ മാർജിനുകൾ സ്റ്റേബിൾ ആകുന്നത് കാണാൻ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. കമ്പനികൾ പുതിയ പ്രൈസിംഗ് മോഡൽസിലേക്കുള്ള മാറ്റം വിജയകരമായിട്ട് മാനേജ് ചെയ്തു എന്നും അതുപോലെ തന്നെ AI ഡ്രിവൺ എഫിഷ്യൻസിയുടെ ഗുണം കിട്ടിത്തുടങ്ങി എന്നും സൂചിപ്പിക്കുന്ന ഔട്ട്പുട്ടുകൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഫേസ് 3-ലേക്ക് കിടക്കുന്നത്. AI ഡ്രിവൺ റവന്യൂ ഉറപ്പാകുമ്പോൾ ഫുൾ പൊസിഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. AI വഴിയുള്ള ഈ ഒരു മാറ്റം ഫിനാൻഷ്യൽ റിസൾട്ടിലേക്ക് എത്തുന്നു എന്നതിന് വ്യക്തവും സംശയമില്ലാത്തതുമായിട്ടുള്ള പെർഫെക്റ്റ് പ്രൂഫുകൾ നമുക്ക് കിട്ടുമ്പോൾ അവസാനത്തെയും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തേണ്ടത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ റവന്യൂ ഗ്രോത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നമ്മൾ കാണേണ്ടതുണ്ട്. പുതിയ AI ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റുകൾ കാരണം സ്ഥിരമായിട്ടുള്ള ഒരു റവന്യൂ ഗ്രോത്ത് വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഒരു റിക്കവറി തുടങ്ങുമെന്ന് തീർച്ചയായിട്ടും ചില അനലിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണേണ്ടി വരും. അതുപോലെ തന്നെ AI റവന്യൂവിനെ കുറിച്ച് പ്രത്യേകമായിട്ട് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. കമ്പനികൾ AI റിലേറ്റഡ് റവന്യൂ അവരുടെ ബിസിനസിന്റെ ഒരു പ്രധാനപ്പെട്ടതും വളരെ ഏറെ വളരുന്നതുമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് പ്രത്യേകം കാണിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതൊരു പോസിറ്റീവ് വ്യൂ തന്നെയാണ്. TCS ഇതിനകം തന്നെ Q4 ഫിനാൻഷ്യൽ ഇയറിൽ തങ്ങളുടെ വാർഷിക AI വരുമാനം $2.3 ബില്യൺ കടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇനി ഏറ്റവും വലിയ ആ ഒരു റിസ്കിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് പോകണം. ഇതൊരു വാല്യൂ ട്രാപ്പ് ആണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം തന്നെയാണ്. ഒരു വാല്യൂ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് വില കുറഞ്ഞായിട്ട് തോന്നും, പക്ഷെ അതിന്റെ ബിസിനസ് ഒരു സ്ട്രക്ചറൽ ഡിക്ലൈനിലായതുകൊണ്ട് വില ഇനിയും താഴേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണുള്ളത്. മാർജിനുകളെ സ്ഥിരമായിട്ട് കുറയ്ക്കുമെന്നും ക്ലയൻസ് ഈ ജോലി ഔട്ട്സോഴ്സ് ചെയ്യാതെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുമെന്നും കമ്പനികൾക്ക് അവരുടെ ബിസിനസ് മോഡൽ വിജയകരമായിട്ട് മാറ്റാൻ കഴിയില്ലെന്നും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ത്യൻ IT ഒരു വാല്യൂ ട്രാപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് അവരുടെ കാലം കഴിഞ്ഞു എന്നതിനുള്ള ഒരു ഉറപ്പ് തന്നെയാണ്.
പക്ഷേ ഞാൻ അത്തരത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ എഗനിസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലാണുള്ളത്. ഇതൊരു ജനറേഷണൽ ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് ഞാൻ കരുതുന്നത്. IT സർവീസിനുള്ളിലെ ടോട്ടൽ മാർക്കറ്റ് ചുരുങ്ങുകയല്ല, കാരണം വലുതാകുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ജനറേറ്റീവ് AI മാർക്കറ്റ് 2026 മുതൽ 34 വരെ വർഷം തോറും 14.59% വളർച്ച നേടും എന്നാണ് മാർക്കറ്റ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലോകത്തിലെ ഓരോ കമ്പനിക്കും ഒരു AI കമ്പനിയായിട്ട് തന്നെ മാറേണ്ടി വരും. അതിന് അവരെ സഹായിക്കാൻ വേണ്ടി പാർട്ട്നേഴ്സിനെ ആവശ്യമായിട്ട് വരും. TCSനും ഇൻഫോസിനും ഒക്കെ ഒരു അൺപാരലൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുമായിട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു വലിയ ബന്ധം ഇവർക്കൊക്കെ ഉണ്ട്. എല്ലാ ഇൻഡസ്ട്രികളിലും ഡീപ്പ് ഡൊമൈൻ എക്സ്പെർട്ടൈസും വലുതും കോംപ്ലക്സുമായിട്ടുള്ള പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. അവർ വെറും ടെക് കമ്പനികളല്ല, അവർ ഒരു ഡീപ്ലി റൂട്ടഡ് ട്രാൻസ്ഫോർമേഷൻ പാർട്ട്നേഴ്സ് ആണ്. AI സഹായത്തോടെ മണിക്കൂറുകൾ വിൽക്കുന്നതിൽ നിന്ന് ഔട്ട്കം വിൽക്കുന്നതിലേക്ക് അവർക്ക് പതുക്കെ മാറാൻ കഴിയും. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ഈ ഒരു IT മേഖലയിൽ അല്ലെങ്കിൽ IT സെക്ടറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു വലിയ മൂവ്മെന്റിനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അനാലിസിസിലൂടെ നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു ഫേസ് 1, 2, 3 ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അപ്പൊ ഇനി നമ്മളൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. അപ്പോൾ എന്റെ ഒരു പ്ലാനിന്റെ ചുരുക്കം ഇതാണ്. ഇപ്പോഴത്തെ ഈ ഒരു പാനിക്കിനെ ഇഗ്നോർ ചെയ്ത് ലോങ് ടൈം സ്ട്രക്ചറൽ ഷിഫ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ദലാൽ സ്ട്രീറ്റിലെ ഈ ഒരു നെഗറ്റിവിറ്റി വളരെയേറെ പേടിപ്പെടുത്തുന്നതൊക്കെ ആണെങ്കിലും ലോങ് ടൈം വിഷൻ ഉള്ളവർക്ക് പേടി ഒരു ഹിസ്റ്റോറിക്കൽ ഓപ്പർച്യൂണിറ്റി ആണ് തരുന്നത് എന്ന് കൂടി പറയേണ്ടതുണ്ട്. ലോകത്തെ മുഴുവൻ അഡോപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച സ്ഥാനത്തുള്ള 2 ഇന്ത്യൻ കമ്പനികളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 3 ഫേസുള്ള ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ്. മോശം അവസ്ഥയിൽ വാങ്ങുക, പിന്നീട് സ്റ്റെബിലിറ്റി വരുമ്പോൾ കൂടുതൽ വാങ്ങുക, AI ഡ്രിവൺ ഗ്രോത്ത് വ്യക്തമാകുമ്പോൾ പൊസിഷൻസ് പൂർത്തിയാക്കുക. ഇതാണ് എന്റെ ഒരു ഐഡിയ. ഈ ഒരു യാത്രയ്ക്ക് നല്ലൊരു പേഷ്യൻസ് ആവശ്യമുണ്ട്. സ്ട്രെയിറ്റ് ലൈനിലുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്നാലും 5 വർഷത്തിന് ശേഷം 2026 ഇന്ത്യൻ IT പാനിക്ക് ഒരു അവസരമായിട്ടല്ല, മറിച്ച് ഈ ഒരു ദശാബ്ദത്തിലെ തന്നെ ഏറ്റവും മികച്ച ബൈയിങ് ഓപ്പർച്യൂണിറ്റികളിൽ ഒന്നായി നമ്മൾ ഓർക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ IT സെക്ടറിലെ സ്ട്രാറ്റജി എന്താണെന്ന് കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങൾ വാങ്ങിയാണോ അല്ലെങ്കിൽ കയ്യിലുള്ള IT സ്റ്റോക്കുകൾ വിൽക്കുകയാണോ അതോ കാത്തിരിക്കുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും മാർക്കറ്റ് മാറ്റങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.